ഏഷ്യ കപ്പിലെ ഫൈനൽ പ്രവേശനം ഉറപ്പിക്കാനായി ഇന്ത്യ അല്പസമയത്തിനകം ബംഗ്ലാദേശിനെ നേരിടും. പാകിസ്ഥാനെതിരായ ഇരട്ട വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിലെത്തുന്ന ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഫൈനലിൽ എത്താം. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്നും ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ദുബായിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏഷ്യ കപ്പിലെ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിന് ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ UAE സമയം വൈകിട്ട് 6:30 ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. കഴിഞ്ഞ എല്ലാ കളികളും ടൂർണമെൻറ്റിലെ എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യയുടെ വരവ്. ഇന്ന് ജയിച്ച് ഫൈനലിലേക്ക് നേരിട്ട് കടക്കാനാകും ഇന്ത്യയുടെ ശ്രമം. അല്ലെങ്കിൽ ശ്രീലങ്കയുമായിട്ടുള്ള അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ടി വരും. ബംഗ്ലാദേശിനെ സംബന്ധിച്ചും ഇന്ന് ജയിക്കുകയാണെങ്കിൽ നേരിട്ട് ഫൈനലിലെത്താം. മികച്ച ഇന്ത്യൻ ബാറ്റർമാരുടെ മികച്ച ഫോമിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. കഴിഞ്ഞ കളിയിൽ നമ്മൾ പാകിസ്ഥാനെതിരെ കണ്ടതാണ്. പാകിസ്ഥാനെ തകർത്തെറിയുന്നൊരു പ്രകടനമാണ് ഇന്ത്യൻ ഓപ്പണർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് കഴിഞ്ഞ കളിയിൽ സഞ്ജു അല്പം ഫോം മങ്ങിയിരുന്നു. അതിന് ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഒമാനെതിരെയുള്ള കളിയിൽ മികച്ച പ്രകടനത്തോടെ സഞ്ജു ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. അത്തരമൊരു പ്രകടനം ബംഗ്ലാദേശിനെതിരെ നടക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഗാലറി നിറയുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് മാത്രമാണ് UAE ഗാലറി നിറയാറുള്ളത്. ഏഷ്യ കപ്പിൽ മറ്റ് മത്സരങ്ങൾക്ക് താരതമ്യേന കാണികൾ കുറവാണ്. ഇന്ന് പ്രവൃത്തി ദിവസമാണെങ്കിലും കാണികൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE സമയം വൈകിട്ട് 3 മണിയോടെ കാണികളെ ഗാലറിയിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും. കനത്ത സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമായിരിക്കും കാണികൾക്ക് സ്റ്റേഡിയത്തിൽ എത്താനാവുക. നമ്മൾ മുന്നുള്ള മത്സരങ്ങളെ കണ്ടതാണ്. കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് കാണികളെ സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിടുന്നത്. അവസാന മത്സരത്തിന് കാത്തു നിൽക്കാതെ ബംഗ്ലാദേശിനെതിരെ ഇന്ന് മികച്ച വിജയം നേടി ഫൈനലിലേക്ക് ഇന്ത്യ കിടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ ജനം.